ട്രേഡ് മാർക്ക് നെയിം ചെക്ക് ചെയ്തിട്ട് ഈ നെയിം നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല, അത് ഓൾറെഡി രജിസ്റ്റേർഡ് ആണ് നമ്മളൊരു ക്ലയന്റിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചില ക്ലയന്റ്സ് നമുക്ക് മെസ്സേജ് അയക്കും. ഞാൻ വേറെ ഒരു സ്ഥലത്ത് ചെക്ക് ചെയ്ത് നോക്കി, അപ്പൊ അവര് പറഞ്ഞ് ഇത് സബ്മിറ്റ് ചെയ്യാ, കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല ക്ലയന്റ്സും നമുക്ക് കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പം ഒന്ന് ഈ IP ഇന്ത്യ വെബ്സൈറ്റിൽ ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അതിൽ കയറിയിട്ട് ഒരു നെയിം ചെക്ക് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യുക്ക് കമ്പനി പോലെയുള്ള വെബ്സൈറ്റുകളുണ്ട്, അതിന്റെ അകത്തൊക്കെ കയറിയിട്ട് നിങ്ങളെ നെയിം എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് റിക്വയർമെന്റ് ഉള്ള ക്ലാസ്, ഇപ്പൊ ക്ലാസ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫുഡാണ്, എന്താണ് പ്രൊഡക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ChatGPT അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് ക്ലാസിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ആ ക്ലാസ്സിൽ ആ നെയിം അവൈലബിൾ ആണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ഉറപ്പിക്കുക ഈ നെയിം ഓൾറെഡി ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ, ഇത് ഞാൻ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമോ എന്നുള്ള കേസസ് ഒക്കെ നിങ്ങൾ ഉറപ്പിക്കാം. മറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഒന്ന് കേരളത്തിൽ ഇങ്ങനെ അപ്ലിക്കേഷൻ റിലേറ്റഡ് മാച്ചസ് ഉള്ള നെയിം അപ്ലിക്കേഷൻ കൊടുക്കുന്നൊക്കെ വളരെ കുറവാണ്. അധികം ഈ നോർത്ത് ഇന്ത്യൻസ് അങ്ങനെയൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഒരാൾ ഇങ്ങനെ ഒരു അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാല് ഒന്ന് ഈ അപ്ലിക്കേഷൻ കൊടുക്കുന്നതിനെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല, ആ നെയിം കിട്ടൂല. മറ്റേ കമ്പനി ചിലപ്പോൾ ഒരു 5-6 കൊല്ലം യൂസേജ് ഒക്കെ ഉണ്ടെങ്കിൽ ആ നെയിമിന്റെ ഭാഗത്തേക്ക് തന്നെ നോക്കണ്ട. പിന്നെ രണ്ടാമത്തത് ഇത് ഒബ്ജക്ഷൻ വന്ന് ഹിയറിംഗ് വന്നെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് ഇങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാൽ എൻഡ് ഓഫ് ദ ഡേ ഈ നെയിം കിട്ടുമോ, അതില്ലേനോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഇറങ്ങുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്യുക്ക് കമ്പനി വെബ്സൈറ്റിലൊക്കെ കയറിയിട്ട് ഒന്ന് എൻ്റർ ചെയ്തിട്ട് നിങ്ങളെ നെയിം കുറച്ചൊരു എഫേർട്ട് എടുത്ത് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും റിലേറ്റഡ് മാച്ചസ് എത്ര ഉണ്ട്. ഇനിയിപ്പോ മാച്ചസ് ഉണ്ടെങ്കിൽ ആ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പൊ എത്ര കാലമായി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന്റെ ശേഷം അപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യാം.